ഒന്ന് മ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വിഷയം ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ കമ്മ്യൂണിന്റെ ഒരു മിഷനും വിഷനും ഇതാണ്. എന്താണ് ന്യൂ ലൈഫ് കമ്മ്യൂൺ എന്ന് ചോദിച്ചാൽ, വി ആർ എ network marketing commune consists a team of professionals. We are committed to touch people's lives in a meaningful way. We lead with a purpose, using our proven tools, systems, and process and trainings that guarantee success. We will people to become leaders of this industry with a vision to create a better world. ഒരു മികച്ച ലോകം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി, ഒരു ദർശനത്തോടു കൂടി നമ്മൾ വ്യക്തികളെ ബിൽഡ് ചെയ്യുന്നു. ആ വ്യക്തികൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. ആ രീതിയിലാണ്, അങ്ങനെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് പ്രോഗ്രഷൻ ആണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. നമ്മളൊരു പർപ്പസോടുകൂടി ലീഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. തെളിയിക്കപ്പെട്ട ടൂൾസും സിസ്റ്റവും പ്രോസസ്സും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിജയം ഉറപ്പാക്കി മാറ്റുന്നത്. ആളുകളുടെ ജീവിതത്തെ വളരെ സാർത്ഥകമായ രീതിയിൽ സ്പർശിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മളൊരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂൺ ആണ് ന്യൂ ലൈഫ് കമ്മ്യൂൺ എന്നുള്ളത്. മറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴി വളരെ മീനിങ് ആയിട്ട് ആളുകളെ സ്പർശിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. വിഷൻ ഇതാണ്: എംപവർ ഇൻഡിവിജ്വൽസിനെ അവരുടെ ശരിയായ മൂല്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പലരും പല ജോലിയിലും സെൽഫ് എംപ്ലോയ്മെന്റിലും പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടാവാം. അവരുടെ റിയൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്ക് റിയലൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് ആകാശം പോലെയുള്ള ഒരു സ്ഥലം നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നു. അയാൾക്ക് അനുസൃതമായിട്ടുള്ള, അയാളുടെ ചിറകുകളുടെ ശക്തിക്ക് അനുസൃതമായ രീതിയിൽ അയാൾക്ക് ഉയരാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദർശനം. അതിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല വഴിയാണ് നമ്മളത് നടത്തിയെടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്? ആളുകളെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ ഏറ്റവും മികച്ച റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു MLM കമ്മ്യൂണാക്കി മാറ്റുക എന്നുള്ള, ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വൺ ഓഫ് ദി എന്നാണ് പറയുന്നത്. ലോകത്തെ ഫസ്റ്റും ഫാസ്റ്റസ്റ്റും ആവണമെന്നുള്ള നിർബന്ധങ്ങൾ നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്മ്യൂണില് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പേഴ്സണൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് സ്പിരിച്വൽ ലിബറേഷൻ, ഈ 3 കാര്യങ്ങളും ലഭ്യമാക്കാനായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതിന് ആളുകൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യുന്നത് നമ്മുടെ എൻഹാൻസ്ഡ് ഹെൽത്ത്, അതുപോലെ എക്സ്റ്റെൻഡഡ് ഓപ്പർച്യൂണിറ്റി, മികച്ച ആരോഗ്യവും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരുടെ ജീവിതങ്ങളിലെല്ലാം മികച്ച ആരോഗ്യം നമ്മൾ ലഭ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ലോകത്ത് നിന്ന് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മോഡൽ വഴി നമ്മൾ ലഭ്യമാക്കുന്നു. അപ്പൊ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളല്ല ഉണ്ടാവുന്നത്. മറിച്ച് അവർക്ക് ഏറ്റവും മികച്ച റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാനും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനും, അതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, പേഴ്സണൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക സുസ്ഥിതി, അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ലിബറേഷൻ, ആത്മീയ വിമോചനം, ഇത് 3ഉം ലഭ്യമാക്കാനായിട്ട് നമുക്ക് യത്നിക്കുന്നു. ഇതാണ് നമ്മുടെ മിഷൻ, ഇതാണ് നമ്മുടെ ദൗത്യം. ഇത് മരണം വരെ നമുക്ക് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഏറ്റവും കൂടുതൽ ഒരു പർപ്പസ്ഫുൾ ലൈഫ് നയിക്കാനായിട്ട് ഒരു ജീവിത രീതി ആയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ജീവനോപാധിയല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറും ഒരു കാശുണ്ടാക്കുന്ന, എന്തെങ്കിലും കുറച്ച് സമയമുണ്ട് കുറച്ച് കാശുണ്ടാക്കി കളയാം എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ നിന്നും ജീവിത രീതി അല്ലെങ്കിൽ ജീവനകല, നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജീവിത രീതിയായിട്ട് തന്നെ ഇത് നമ്മുടെ ജീവിത ശൈലിയായിട്ട്, ഒരു ശീലമായിട്ട്, നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെ, ചായ കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തികൾ ചെയ്യുന്ന പോലെ നമ്മുടെ ബ്ലഡിൽ അത് ഇൻഗ്രെയിൻഡ് ആയിട്ട് വരുന്ന ഒരു ജീവിത രീതി എന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു മോഡലിനെ നമുക്ക് സൊസൈറ്റിയിൽ പരിചയപ്പെടുത്താൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ PhD ചെയ്തതും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ LLB കംപ്ലീറ്റ് ചെയ്തതും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു മേന്മ ഉറപ്പാക്കുക,
ഒരു ബഹുമാന്യത ഉണ്ടാക്കുക ഈ വ്യവസായത്തിന് പൊതുജനങ്ങളുടെ ഇടയിൽ എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി നമുക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിനുവേണ്ടി പാർട്ട്ണർ ചെയ്തിരിക്കുന്ന കമ്പനി IMC ആണ്. നമ്മുടെ വിഷനും മിഷനും ജീവിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, കേരള, ഇന്ത്യ, വേൾഡിനൊക്കെ ഞാൻ തിരിയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് വ്യവസായത്തിന്റെ കഴിഞ്ഞ കാലങ്ങളും ഇപ്പോൾ ഉള്ളതും ഇനി വരുന്ന കാലങ്ങളെ കുറിച്ചും അതിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും വേൾഡിന്റെയും ആ ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിഷനും മിഷനും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഈ ബിസിനസ്സിൽ 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ലോയൽ കസ്റ്റമേഴ്സ് ആണുള്ളത്, 2 പ്രൊഫഷണൽ നെറ്റ്വർക്കേഴ്സ് ആണുള്ളത്. ഈ 2 തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ തിരിക്കേണ്ടത്. ഈ 2 കാറ്റഗറി മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആളുകളെ ബിൽഡ് ചെയ്യുന്നു, ആ ആളുകൾ ബിസിനസ് ബിൽഡേഴ്സ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആഴ്ചകളിലും നമ്മൾ ലീഡർഷിപ്പ് ലെസൺസ് വെക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു പുസ്തകമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ പുസ്തകത്തിന്റെ പേര് 5 ഡിസ്ഫങ്ഷൻസ് ഓഫ് ടീം എന്നുള്ളതാണ്. ഒരു ടീമിനെ നശിപ്പിക്കുന്ന 5 കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ധാരാളം ചർച്ചകൾ വരാറുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇത് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളിത് എടുക്കുന്നു എന്ന് മാത്രം. അതിൽ 5 കാര്യങ്ങളാണ്. എന്താണ് ലീഡർഷിപ്പിനെ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ ഒരു ലീഡർ, കാരണം ഇത് ലീഡർഷിപ്പ് ഫാക്ടറിയാണ്. നമ്മളൊരു ഇൻക്യുബേഷൻ ഓഫ് ലീഡേഴ്സ് എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ലീഡർഷിപ്പ് ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യം ഊന്നിയിട്ടുള്ള ഒരു കമ്മ്യൂണാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ ബിൽഡ് ചെയ്യുക, ആളുകൾക്ക് ലീഡർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അവർ ബിസിനസ് തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് നമ്മൾ. അപ്പൊ ലീഡർഷിപ്പിനെ നശിപ്പിക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യലാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ പുസ്തകമാണ്. അതിനെ വളരെ ചെറിയ കുറച്ച് വാക്കുകൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ലീഡർഷിപ്പ് തകർക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആബ്സെൻസ് ഓഫ് ട്രസ്റ്റ് ആണ്. എന്നാണോ വിശ്വാസം നഷ്ടപ്പെടുന്നത്, എന്നാണോ ടീം അംഗങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്, അന്ന് നിങ്ങളുടെ ലീഡർഷിപ്പിന് ചോദ്യം ആയിട്ട് മാറും. അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു എക്സർസൈസ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ആളുകളുടെ മുമ്പിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള എക്സർസൈസ് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മിസ്റ്റേക്കുകൾ അഡ്മിറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് വളരെയധികം പ്രശംസിക്കപ്പെടുന്നു മനസ്സിലാക്കുക. പലർക്കും ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിസ്റ്റേക്ക് എപ്പോഴും ഇല്ലാത്ത ഒരാളായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം വരിക. അങ്ങനെയല്ല. മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് എളുപ്പമല്ല, നല്ല ധൈര്യം വേണം. അതിനെ വൾണറബിലിറ്റി എന്നാണ് പറയാ. മനസ്സിലായോ? ഇപ്പൊ നോട്ട് ഷോയിങ് വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു സംഗതി അതല്ല ശരിയായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ലൈന്. ഒളിച്ചു വെക്കലല്ല, തുറന്നു പറയലും തുറന്ന് സമ്മതിക്കലുകളിലുമാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ നാളെ ഇരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇരിക്കണം. നമുക്ക് ഈ പറയുന്ന മാസം ഇരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആഴ്ചയിലുള്ള നിങ്ങളുടെ ടീം മീറ്റിങ്ങുകളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് ചെയ്യുമെങ്കിൽ നല്ലതാണ്. ടീം ഇഫക്റ്റീവ്നെസ് എക്സർസൈസ് എന്ന് പറയും. അതായത് ആളുകൾക്ക് പലർക്കും പലതരത്തിലുള്ള സ്ട്രെങ്ത് ആണ്, പല വീക്ക്നെസ്സുകളാണ്. അപ്പൊ ഇത് ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ, ഏറ്റവും കോർ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം ഉണ്ടാവും. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ആഘാതം പെട്ടെന്ന് സംഭവിക്കില്ല. നമുക്ക് നേരത്തെ തന്നെ അറിയാമെങ്കിൽ, ആളുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, അവരുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് പരസ്പരം അറിയുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. കാരണം ഇതൊരു ടീം മൂവ്മെന്റ് ആണ്. പിന്നെ സ്ഥലങ്ങളിൽ ഇന്ന ആളെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് പറയും. ആ ചേർത്ത് പിടിക്കുന്നതിലാണ് കഴിവുള്ളത്. അതിൽ എല്ലാം തികഞ്ഞ ആരുമില്ല. ഞാൻ എന്റെ കഴിവുകേടുകളെ മറച്ചു വെക്കുകയും മറ്റൊരാളുടെ കഴിവുകേടുകളെ തുറന്നു പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവരും വെറുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നെറ്റ്വർക്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ആളുകളുടെ ശക്തി ദൗർബല്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഓരോ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയും. ഒരു സിറ്റുവേഷൻ ഏറ്റവും മികച്ച ആരാണ്, അദ്ദേഹത്തിനെ അത് കൊടുത്തുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. കാരണം കഴിവില്ലാത്ത ആരുമില്ല, കഴിവില്ലാത്ത ഒരാളുമില്ല ഈ ലോകത്ത്. ആരും യൂസ്ലെസ് ഇല്ല. യൂസ്ഡ് ലെസ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. നോ യൂസ്ലെസ്, ഓൺലി യൂസ്ഡ് ലെസ്. അവരുടെ കഴിവുകളെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വൾണറബിലിറ്റി എന്ന് പറയും. ആ വൾണറബിലിറ്റി കാണിച്ചുകൊണ്ട് തന്നെ, ഞാൻ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉള്ള ആളാണ്, അത് അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു
വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇല്ലാന്ന് കാണിക്കാൻ അങ്ങനെയൊന്നുള്ള സ്വഭാവങ്ങൾ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന വൾണറബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ട്രസ്റ്റ് കൂടുതലായിരിക്കും, ആളുകൾക്ക് വിശ്വാസ്യത കൂടുതലായിരിക്കും, ആൾക്കാർക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാവുന്ന അർത്ഥം. രണ്ടാമത്തെ നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ്. ലീഡർഷിപ്പ് ഇല്ലാതാവുന്നതിന്റെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ട്രസ്റ്റ് ഇല്ലാണ്ടാവുമ്പോഴാണ്. രണ്ട്, ആരുമായിട്ടും പരസ്പരം പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ച് ആർട്ടിഫിഷ്യൽ ഹാർമണി കൊണ്ടുവരാന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഹാർമണി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യവും പ്രശ്നങ്ങളുമാണ്, പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ മുഖത്ത് സന്തോഷം കാണിച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഇപ്പൊ ടീം അംഗങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര്, കോർ ഗ്രൂപ്പിലുള്ള ആൾക്കാര് പരസ്പരം നല്ല രീതിയിൽ തന്നെ സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരുമിച്ചിരിക്കേണ്ടവരാണ്, ഭക്ഷണം കഴിക്കേണ്ടവരാണ്, ഒരുമിച്ച് ചായ കുടിക്കേണ്ടവരാണ്, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടവരാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ആർട്ടിഫിഷ്യൽ ഹാർമണി ചെയ്യാൻ ശ്രമിക്കും തോറും ഇത് അപകടം പിടിച്ച ഒരു സംഗതിയായി മാറും. ഇത് അതുപോലെ ഡിസഗ്രിമെന്റ് ഈസ് ദ ഓൺലി വേ ടു പ്രോഗ്രസ്. ഒരു സംഗതി വളരണമെങ്കിൽ അവിടെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേ പറ്റൂ, എന്നാലേ ചർച്ചകൾക്കുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ, എന്നാലേ അതിൽ നിന്ന് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ഡിസ്പ്യൂട്ട് അവിടെ വേണം എന്നർത്ഥം. അതായത് വളരെ വൈകാരികമായി തന്നെ നമ്മുടെ ഐഡിയോളജിക്കൽ ഡിസ്പ്യൂട്ട് എന്ന് പറയും, നമ്മൾ ആശയപരമായിട്ടും നമ്മുടെ ആദർശപരമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ന്യൂ ലൈഫ് കമ്മ്യൂൺ എന്തിനാണ് നിലകൊള്ളുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ഈ ധാരണ എന്റെ ടീമിലെ ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. എവിടെയെങ്കിലും ഇത് നമ്മൾ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, എത്തിക്സ് ഉണ്ട്. നമ്മൾ മോസ്റ്റ് റെസ്പെക്ട്ഫുൾ എന്ന് പറയുമ്പോൾ റെസ്പെക്ട്ഫുൾനെസ് ഇല്ലാതെ ആകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, അത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെ മൈനിങ് എന്ന് പറയാം, ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയും. മൈനിങ് എന്ന് പറഞ്ഞാൽ പരസ്പരം ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അമൃതാണ് ഈ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചർച്ച ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ് എപ്പോഴും കൊണ്ടുവരേണ്ടത്. അപ്പൊ എല്ലാവരുടെയും ബൈങ് അവിടെയുണ്ട്. അപ്പൊ എപ്പോഴും എന്താ വേണ്ടത്? റിയൽ ടൈം ഡിസഗ്രിമെന്റ് ഷുഡ് ബി അലൗഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റണം. അവിടെ വെച്ച് തന്നെ അത് അക്നോളജ് ചെയ്യണം. നിങ്ങളുടെ ആശയം മനസ്സിലായി, നമുക്ക് ഇതിനകത്ത് ഏതാണ് ബെറ്റർ എന്ന് നോക്കാം. ഇപ്പൊ ഒരാൾ ശനിയാഴ്ച വേണം എന്ന് പറഞ്ഞു, ഒരാൾ ഞായറാഴ്ച വേണം എന്ന് പറഞ്ഞു. ഏതാണ് വേണ്ടത്? നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് നടത്തിയിട്ട് വരും വരായികളും ഇത് രണ്ടും തീരുമാനിച്ചിട്ട് നമ്മൾ ഒരു ഡിസ്കഷനിലേക്ക് എത്തണം. അപ്പൊ കോൺഫ്ലിക്ട് ഓൺ പേപ്പർ, എപ്പോഴും കോൺഫ്ലിക്ട് വെറും വാചകം കൊണ്ടോ പുറകിലിരുന്ന് വർത്തമാനം പറഞ്ഞോ കുശുകുശുത്തു കൊണ്ടോ പൊളിറ്റിക്സ് ഉണ്ടാക്കിയിട്ടല്ല, എല്ലാവരും അതിന്റെ ഭാഗമായിരിക്കണം. കോൺഫ്ലിക്ട് എപ്പോഴും പേപ്പറിൽ അടയാളപ്പെടുത്തണം. അതായത് കറക്റ്റ് ആയിട്ട് ഇതായത് ഇന്നത് പറഞ്ഞു, ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കണം, ഇന്നത് പറഞ്ഞു. കോൺഫ്ലിക്ട് പേപ്പറിലാക്കണം എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ അഭിപ്രായങ്ങള്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ പേപ്പറിലാക്കിയിട്ട് എല്ലാവരും പാർട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. എങ്കിലും ഒരു വലിയ ടീമിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൂ. ഇത് മുഴുവൻ ടീമിന്റെ ഡിസ്റപ്ഷനെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റിനെ ഒന്നുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ, എ ടീം മസ്റ്റ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ട്രസ്റ്റ് ബിഫോർ ദേ ക്യാൻ ഹാൻഡിൽ കോൺഫ്ലിക്ട്. അവിടെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ട്രസ്റ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പരസ്പര വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റൻഷൻ സ്ട്രോങ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഉദ്ദേശശുദ്ധി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരസ്പര വ്യത്യാസങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും നടക്കില്ല, കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുകയാണ്, പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ വരികയാണ്. അവിടെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ എന്ത് നടക്കും? വാഗ്വാദങ്ങളാണ് അവിടെ നടക്കുക. അവിടെ ചർച്ചകളല്ല നടക്കുക, വാഗ്വാദങ്ങളാണ്, ആർഗ്യുമെന്റ് ആണ് നടക്കുക. ഒരു ആർഗ്യുമെന്റും വാഗ്വാദങ്ങളും നടക്കുമ്പോൾ അവിടെ കുറച്ചുപേര് ജയിക്കുകയും മറ്റു കുറച്ചുപേര് തോൽക്കുകയും ചെയ്യും. അപ്പൊ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കോൺഫ്ലിക്ട് ഇല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇതിന്റെ അടിയിൽ നിന്ന് ട്രസ്റ്റ് ഊർന്നു പോയാൽ അവിടെ വാഗ്വാദങ്ങൾ എടുക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും വൈകുന്നേര ചർച്ചകൾ കണ്ടിട്ടില്ലേ? ചർച്ചകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ചാനൽ ചർച്ചകൾ. അവിടെയൊക്കെ ചർച്ചകളൊന്നുമല്ല നടക്കണേ, അവിടെ വെറും യുദ്ധങ്ങളാണ് നടക്കുന്നത്. കാരണം അവിടെ ട്രസ്റ്റിന്റെ ഒരു സംഭവം അവര് തമ്മിലില്ല, ഇത് ചർച്ച ചെയ്യുന്ന ആളുകൾ തമ്മിലേ ഇല്ല. അപ്പൊ മിക്കവാറും അവിടെ ആർഗ്യുമെന്റും അവിടെ വലിയൊരു ലഹളയും അവിടെ വലിയൊരു യുദ്ധവുമാണ് നടക്കുക. യുദ്ധം എന്ന് പറയുമ്പോൾ കുറച്ചുപേര് മരിച്ചു വീഴും. പക്ഷെ അതേസമയം ഈ വൈരുദ്ധ്യതയുടെ കൂടെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ബേസിക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ഡിബേറ്റ് ആയി മാറും, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സത്യമായി മാറും. ആ സത്യം, കാരണം എല്ലാവരും വളർച്ചയുടെ പാതയിലാണ്, എല്ലാവർക്കും അവരവർക്ക് വളരാനുള്ള സ്പേസ് ഒരുപാടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അൺകംഫർട്ടബിൾ ആണ്. എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക്
സുഖകരമല്ല, അസുഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരു തീരുമാനത്തിൽ പരസ്പരം വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ അത് ഏറ്റവും ബെസ്റ്റ് ടീമിൽ പോലും എന്തുണ്ടാക്കും? അസ്വാസ്ഥ്യങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കും. ഇതിന് കഴിവുണ്ടാവണം. ലീഡർഷിപ്പ് ലെവലിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. കാരണം നിങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ നാളെ ടീമുകൾ ഉണ്ടാക്കേണ്ടവരാണ്. അന്നൊക്കെ ഇത് ഈ പറയുന്ന ടോപ്പിക് വളരെ ഗുണം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. എത്ര ബെസ്റ്റ് ടീമാണെങ്കിലും വ്യക്തികൾ ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നല്ലതാണ്. അതിൽ ഏറ്റവും മികച്ചത് എടുത്തുകൊണ്ട് എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ട്രസ്റ്റിൽ ബിൽഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിബേറ്റിലേക്കും ആ ഡിബേറ്റ് ഒരു ട്രൂത്തിലേക്കും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കോൺഫ്ലിക്റ്റ് മാസ്റ്റർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ധൈര്യം വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ടീംസ് മസ്റ്റ് ബി team must get comfortable with being exposed to one another and be able to say things like, അതായത് ആളുകൾ കംഫർട്ടബിൾ ആണോ എന്ത് പറയാൻ? അയ്യോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഐ വാസ് റോങ്, ഞാനാണ് തെറ്റ് ചെയ്തത്, ഐ മേഡ് എ മിസ്റ്റേക്ക്, ഐ നീഡ് ഹെൽപ്പ്, ഐ എം നോട്ട് ഷുവർ, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം, അയ്യോ എനിക്ക് ഉറപ്പില്ല കേട്ടോ, അയ്യോ എനിക്കൊരു കുറച്ച് സഹായം ആവശ്യമുണ്ട് കേട്ടോ, എനിക്കൊരു സഹായം നിങ്ങളുടെ ആവശ്യമുണ്ട്, ഞാനൊരു തെറ്റുപറ്റി, എനിക്കൊരു തെറ്റുപറ്റി, ഞാനാണ് തെറ്റുപറ്റിയത്. ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായി നമ്മൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഡറെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാം തികഞ്ഞ ആളുകളില്ല. അപ്പൊ കൺഫ്ലിക്റ്റ് നടക്കുന്ന സമയങ്ങളിൽ ഒരു കാര്യം മനസ്സിലായാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ, എന്റെ ഉഴപ്പ് അല്ലെങ്കിൽ എന്റെ കാര്യശേഷി ഇല്ലായ്മ, എന്റെ മറവി, എന്റെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ, എന്റെ ഒരു കഴിഞ്ഞ കാലങ്ങളിലുള്ള എന്റെ ഉഴപ്പിനെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇല്ലായ്മയൊക്കെ, അതൊക്കെ അംഗീകരിക്കാനും വളരാനുമുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുക, നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ടീമിനെയും അത് വളരെ വലിയ രീതിയിൽ ബാധിക്കും. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യനെന്നാണ്. അപ്പൊ ആശാൻ എന്ന് പറയുന്ന ആള് ഒരു അക്ഷരം പിഴച്ചാൽ മതി, 51 അക്ഷരവും ശിഷ്യന്മാർക്ക് പിഴയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനെ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ടീം വലുതാവാനും നാളെ 100, 500, 1000 പേരുള്ള ഒരു ടീമായി നിങ്ങൾ മാറണമെങ്കിൽ ഒരു എളുപ്പ വഴികളും ഇല്ല. നിങ്ങളുടെ ലീഡർഷിപ്പ് പ്രോപ്പർ അല്ല എങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവും, ഏറ്റവും കൂടുതൽ ഒരു അമീബ പോലെ ആ ഷേപ്പായി മാറാനും, ഒരു വെള്ളം പോലെ കാര്യങ്ങളെ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കോൺഫ്ലിക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ തെറ്റ് സമ്മതിക്കാനുള്ള കഴിവും, അത് പരസ്പരം പറയാനുമുള്ള, ടീമിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് എളുപ്പമല്ല. ഇത് ആളുകൾ ഇവിടുന്ന് ഓടിപ്പോവും. പലരും ആളുകൾ കണ്ണാടിയും പൊട്ടിച്ച് ഓടിപ്പോവാണ് പതിവ്. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത്തത്, ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഈ ഒരു ഒരു സംഭവം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഗിവ് അറ്റൻഷൻ ടു ഡിസഗ്രിമെന്റ് സൈക്കോളജി. അതായത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാല്, പല സമയങ്ങളിലും ഈ ഡിസഗ്രിമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോഴേക്കും ആളുകൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എനി ഡിസിഷൻ ഈസ് ബെറ്റർ ദാൻ നോ ഡിസിഷൻ. എപ്പോഴും മനസ്സിലാക്കുക, ഒരു തീരുമാനം ഇല്ലാതെ ആളുകൾ ഇങ്ങനെ പോകണ്ടിട്ടില്ല. അതിനേക്കാളും അത് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതാണ് ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത്. അതുപോലെ തന്നെ അടുത്ത മനസ്സിലാക്കാൻ, എപ്പോഴും പല കാര്യങ്ങളും ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ ഒരു അൺസർട്ടനിറ്റി ഇരിക്കണേക്കാൾ ഭേദം എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. മനസ്സിലാക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിലും നമുക്ക് ഒരിക്കലും ഈ എഗ്രിമെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടി പറയുന്നു, എല്ലാത്തിലും നമുക്ക് എഗ്രിമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ കംപ്ലീറ്റ് ബൈയിങ് ആയിരിക്കണം എന്നർത്ഥം. ഒരു പാർട്ടി 5 കൊല്ലത്തേക്ക് അവര് ഭരിക്കട്ടെ, അവര് ഗവൺമെന്റ് തെരഞ്ഞെടുത്താണ്, 5 കൊല്ലത്തേക്ക് അവർ ഭരിക്കട്ടെ. ഭരിക്കുമ്പം മിണ്ടാണ്ടിരിക്കുക, അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ അടുത്ത വോട്ട് വരുമ്പോ, അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും കല്ലെടുത്തെറിയാന്നുള്ളതല്ല. ഏത് പാർട്ടി ഭരിച്ചാലും, അത് ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും മറ്റേതെങ്കിലും പാർട്ടികൾ ഭരിച്ചാലും, ഗവൺമെന്റിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്താണെങ്കിൽ നമുക്ക് എപ്പോഴും അഗ്രിമെന്റ് ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബൈയിങ് കൊടുക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു തീരുമാനം എടുക്കുന്നു, തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരിക്കില്ല രാവിലെ 7 മണിക്ക്. പക്ഷെ ആളുകൾ എല്ലാവരും പറഞ്ഞു രാവിലെ 7 മണിക്ക് മതി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. നമുക്ക് ചൊവ്വാഴ്ചയായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല.
പക്ഷെ നമ്മൾ തിങ്കളാഴ്ച തീരുമാനിച്ചാൽ എല്ലാവരും തിങ്കളാഴ്ച അവിടെ വരണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലേ ഈ കാര്യം മുന്നോട്ട് പോകുള്ളൂ. അത് ഏത് ലീഡറും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു അവസാനം നമുക്ക് ക്ഷീണം വരും. നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. പലരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതനായി മാറുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ലീഡർഷിപ്പ് ഇഷ്യൂസ് കയറി വരികയും അവർക്ക് അവരെ തന്നെ കൃത്യമായിട്ട് ധാരണ വരികയും എനിക്ക് ഇത്ര വരെ വളരാൻ കഴിയുന്നുള്ളൂ എന്നുള്ള ആ ഒരു ദുഃഖകരമായ വസ്തുത തിരിച്ചറിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. അത് എന്തുകൊണ്ടാണ്? തുടക്കം മുതലേ ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ലോകത്ത്, ഈശ്വരൻ കഴിഞ്ഞ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലല്ല. അതിന് പകരം നമ്മൾ എഗ്രിമെന്റ് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. പക്ഷെ എല്ലാവരും ഭൂരിഭാഗം ഇങ്ങനെയാണ് ഒരു കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ 100% അതുമായിട്ട് യോജിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100% യോജിച്ചു പോകണം. അതാണ് കംപ്ലീറ്റ് ബൈയിങ്. നമുക്ക് എഗ്രിമെന്റ് 100% വേണമെന്നില്ല ഒരു കാര്യത്തിനോട്. പക്ഷെ 100%ഉം അനുസരണ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നാലേ അത് മുമ്പോട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഡ് ലൈൻസിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഇത്ര ദിവസം, ഇത്ര കാര്യം, ഇത്ര ചെങ്ങണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം. എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പൊ പറയാം, അത് റെക്കോർഡിക്കലാക്കാം, അത് ഡിസ്കസ് ചെയ്യാം, അതിൽ ഏറ്റവും മികച്ചത് എന്താണെന്ന് മനസ്സിലാക്കാം. വൾണറബിലിറ്റി അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അവസാനം ഒരു സമവായത്തിലെത്താം. ആയിക്കഴിഞ്ഞാൽ പിന്നെ 100% എല്ലാവരും അതിനോട് കണക്ട് ചെയ്ത് പോകണം. വെറുതെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതല്ല. സിസ്റ്റം ഉണ്ടായാൽ പിന്നെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഡെഡ് ലൈൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വേണ്ടത്, എപ്പോഴാണ് ഇത് എത്തിച്ചേരേണ്ടത്, എപ്പോഴാണ് നിങ്ങളുടെ റാങ്ക് ഉണ്ടാവേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ. എത്രമാത്രം വളരാൻ ആഗ്രഹം. ഇത് പോകുമ്പോ പോട്ടെ എത്തുമ്പോ എത്തട്ടെ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സേ അല്ല. അത് ഒരുതരം ലോട്ടറി ടിക്കറ്റ് ആണ്. അപ്പൊ ആ ലോട്ടറി ടിക്കറ്റ് ആകാതിരിക്കണമെങ്കിൽ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരിക, എപ്പോഴും നിങ്ങളുടെ അസ്തിത്വം പ്രശ്നമായി വരിക ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് സ്ക്രാച്ച് ചെയ്യപ്പെടുക. അപ്പൊ അവിടെയാണ് നിങ്ങളുടെ കഴിവും കഴിവില്ലായ്മയും ഒക്കെ പുറത്തേക്ക് വരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിലെ കണ്ടിൻജൻസി ഡിസ്കഷൻ എന്താണ്? ഇപ്പൊ ഇത് സംഭവിച്ചില്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്താണ്? പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. എ നടന്നില്ലെങ്കിൽ ബി നടന്നില്ലെങ്കിൽ സി. ഇത്തരത്തിലുള്ള എന്തെങ്കിലും മുൻകൂട്ടി കണക്കാക്കാതെ വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക? ഇതൊക്കെ ഡിസ്കഷൻ വരുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ അഭിപ്രായങ്ങളെ മുഴുവൻ എസ്പെഷ്യലി അത് നടത്തിയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എളുപ്പമല്ല ഒന്നും നടത്തിയെടുക്കാനായിട്ട്. കയറി ഇരുന്ന് കുറ്റം പറയാൻ ആർക്കും കഴിയും. ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡ്രൈവർ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യാണ്. അയാൾക്ക് വേറെ ഒന്നും നോക്കാൻ പറ്റില്ല. അയാൾക്ക് ടയറിന്റെ പ്രഷർ നോക്കേണ്ടി വരും, അയാൾക്ക് ഡയറക്ഷൻ നോക്കേണ്ടി വരും, അയാൾക്ക് പാർക്കിംഗ് നോക്കേണ്ടി വരും, അയാൾക്ക് എഞ്ചിന്റെ കണ്ടീഷൻ നോക്കേണ്ടി വരും, അയാൾ പെട്രോൾ അടിച്ചിട്ടുണ്ടോ നോക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിൽ അയാൾക്ക് വേറൊന്നും നോക്കാൻ പറ്റില്ല. അയാൾക്ക് പലപ്പോഴും മിസ്റ്റേക്ക് വരും. ചിലപ്പോൾ ഒരു ഹമ്പ് കണ്ടില്ല എന്നൊരു വണ്ടിക്ക് കംഫർട്ട് മാറി ഒക്കെ പോകും. വെറുതെ ബസ്സിൽ കയറിയിരുന്ന് യാത്രക്കാരനെ എന്ത് വേണമെങ്കിൽ കുറ്റം പറയാം. ആ ബസ്സിനെ പറ്റി കുറ്റം പറയാം, ഡ്രൈവറെ പറ്റി കുറ്റം പറയാം, പുറത്ത് കാണുന്ന രാഷ്ട്രീയക്കാരെ പറ്റി കുറ്റം പറയാം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി കുറ്റം പറയാം. അയാൾക്ക് പല കാര്യങ്ങളെ പറ്റി വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾക്ക് ഒന്നിനും ഓണർഷിപ്പ് ഇല്ല. അയാൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ ഇന്നും ഒരു പാസഞ്ചർ ആയിരുന്നു, അയാൾ ഇനിയും പാസഞ്ചർ തന്നെയാണ്. അയാൾ കയറുന്ന വണ്ടിയിലൊക്കെ കയറി അയാൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്നും ഡ്രൈവറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഡ്രൈവറാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടെസ്റ്റിന് വിധേയമാവുന്നത്. കാരണം ഇത് മാർക്കറ്റ്. അതുകൊണ്ടാണ് ഇതിനകത്ത് വളരുന്ന ആളുകളൊക്കെ തിരിഞ്ഞ് ഡയമണ്ട് ആവും എന്ന് പറയുന്നത്. നിങ്ങളൊരു ഡയമണ്ട് ആവുമ്പോൾ നിങ്ങളൊരു ഡയമണ്ട് ആയിണ്ടാവും. ഇവിടെ ഒരു ഡയമണ്ട് ആവണമെങ്കിൽ 4 ഓർഗനൈസേഷൻ വേണം. 4 ഓർഗനൈസേഷൻ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പലരും പല ലെവലിലാന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ആ അവസ്ഥയിൽ തന്നെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പമല്ല. ഒരു ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണ്ടാവും. ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും കൃത്യമായിട്ട് ഈ ജോലി പോകുന്നത് പേടി കാരണമാണ് വരുന്നത്. നിങ്ങളോടുള്ള റെസ്പെക്ട് കൊണ്ടൊന്നുമല്ല വരുന്നത്. അവന്റെ പേടി കാരണം കൊണ്ട് മാത്രമാണ് അവൻ വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അവരവരുടെ ബിസിനസ്സിലാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ലീഡർഷിപ്പ് വളരെയധികം ഉയർന്ന തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആൾക്കാർ ക്ലച്ച് പിടിക്കാതെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. അവരുടെ വിചാരം പോലെ ഇത് കുറപ്പേരെ പിടിച്ച് കുറച്ച് സാധനങ്ങളും കൊടുത്ത് എന്തെങ്കിലും കാണിച്ച് എവിടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഇത് വലുതായി ലക്ഷങ്ങൾ ഉണ്ടാവും, കോടികൾ ഉണ്ടാവും എന്നാണ് വിചാരം. അങ്ങനെയല്ല. ഇത് ലീഡർഷിപ്പിന്റെ കളിയാണ്. ഒരു ടീം വലുതാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആ ടീം വലുതാവുക എന്ന് പറയുന്നതിൽ നിങ്ങളാണ് ആദ്യത്തെ ആള്. നിങ്ങളിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് ഈ ബിസിനസ് വളരാൻ നിങ്ങൾ വളരാതെ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഡെഡ് ലൈൻസും കണ്ടിൻജൻസിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതായത് എപ്പോഴത്തേക്ക് മാറണം, എപ്പോഴത്തേക്ക് നിങ്ങളുടെ റാങ്ക് മാറണം, എത്ര വോളിയം നിങ്ങൾ കൊണ്ടുവരും, ഈ ആഴ്ച എത്ര പേരെ കാണും, ഈ ആഴ്ച എത്ര ജോയിനിങ് നടക്കും, ഈ ആഴ്ച എത്ര ബിസിനസ് കൊണ്ടുവരും, ഈ ആഴ്ച എത്ര പ്രോഗ്രസ് ഉണ്ടാവും, നിങ്ങളുടെ റാങ്കിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാവുമോ, അടുത്ത ആഴ്ച നമ്മൾ കാണുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണുക. ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോ പലർക്കും വിവിധ അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയല്ല വേണ്ടത്. ആ ഡിസ്കഷൻ
കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയി മാറുകയും അവിടെ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആവുകയും ചെയ്യണം. അവിടെയാണ് നിരന്തരമായി ബന്ധപ്പെടൂ, നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കും, നിരന്തരമായി ഇരിക്കൂ, സംസാരിക്കൂ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, സർപ്രൈസ് എലമെന്റ്സ് ഇല്ലാണ്ടാവും, അത്ഭുതങ്ങൾ ഇല്ലാണ്ടാവും. അത്ഭുതങ്ങളെ മാറ്റി നിർത്തണം ബിസിനസ്സിൽ നിന്ന്, പ്രെഡിക്റ്റബിലിറ്റി കൊണ്ടുവരണം. നമുക്ക് എന്താ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. 100% ഒന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു പ്ലാൻ പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു ലോട്ടറി എടുത്ത മാതിരി തന്നെയാണ്. എവിടെയെങ്കിലും എത്തുമായിരിക്കും, ആരെങ്കിലും എത്തുമായിരിക്കും, എപ്പോഴെങ്കിലും ആരെങ്കിലും കടന്നു വരുമായിരിക്കും, അടിച്ചു പൊളിക്കുമായിരിക്കും. ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല സുഹൃത്തുക്കളെ. നമ്മൾ നടത്തിയെടുക്കുന്നതാണല്ല, അത് മനസ്സിലാക്കുക. അപ്പൊ കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. വൺസ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ വൺസ് നമ്മളൊരു എഗ്രിമെന്റിലേക്ക് വന്നാൽ ആ എഗ്രിമെന്റിനെ 100% അതിനെ ശിരസ വഹിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളൊരു സ്റ്റേജിൽ എത്തും. ആ സ്റ്റേജിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരിക്കലും കടക്കാൻ പോകുന്നില്ല. വർഷങ്ങളോളം അതിൽ തന്നെ തട്ടി നിൽക്കും. എല്ലാവരും അവനവനിൽ തട്ടി നിൽക്കുന്നതിനാണ് പീറ്റേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ശ്രമം അവനവന്റെ കഴിവുകളെ എൻഹാൻസ് ചെയ്തുകൊണ്ട് പീറ്റേഴ്സ് പ്രിൻസിപ്പിളുമായിട്ട് നമ്മൾ എന്നും സമരത്തിലാണെന്ന് മനസ്സിലാക്കുക. ജീവിതകാലം മുഴുവൻ നമ്മൾ പീറ്റേഴ്സ് പ്രിൻസിപ്പിളായിട്ട് സമരത്തിലാണ്. എന്താണ് പീറ്റേഴ്സ് പ്രിൻസിപ്പിൾ? എന്താ പറയുന്നത്? എവരിബഡി ഗ്രോസ് ടു ദെയർ ലെവൽ ഓഫ് ഇൻകോമ്പീറ്റൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അവരവരുടെ കഴിവില്ലായ്മകളിൽ തട്ടി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മളിൽ തന്നെ നമ്മൾ പണിയെടുക്കണം. അത് എളുപ്പമല്ല എല്ലാവർക്കും. അപ്പൊ അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്നും നമ്മൾ നമ്മളെ തന്നെ ചെത്തി മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പിന്റെ. മൂന്നാമത്തെ, എവിടെയാണ് ടീം ബിൽഡിംഗ് സാധ്യമല്ലാതെ വരുന്നത് എന്നുള്ളതിന്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ മൂന്നാമത്തെ കാര്യം കഴിഞ്ഞ് 4-ാമത്തേക്ക് പോവാണ്. അപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്: എ ഗ്രൂപ്പ് ഓഫ് ഇന്റലിജന്റ് ഡ്രിവൺ പീപ്പിൾ ബൈയിങ് ഇൻ ടു എ ഡിസിഷൻ പ്രിസൈസ്ലി വെൻ ദേ ഡോണ്ട് നാച്ചുറലി അഗ്രി. സ്വാഭാവികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത, സ്വാഭാവികമായിട്ട് നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അത് തീരുമാനം എടുക്കുന്നതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്നാണെങ്കിൽ ഒരു ടീം നശിച്ചു പോകും, ഒരു ഡിസിഷൻ മേക്കിംഗ് നശിച്ചു പോകും. നമുക്ക് എന്നും നീട്ടിവെക്കുന്ന ശീലം ഉണ്ടാവും. അങ്ങനെ നീട്ടിവെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ എബിലിറ്റി ടു ഡിഫൈ എ ലാക്ക് ഓഫ് കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ഒത്തൊരുമ കിട്ടാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് നീങ്ങുന്നതിനെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രതിബദ്ധത എന്ന് പറയുന്നത് അതാണ്. അതായത് എനിക്ക് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പോലും ഓക്കെ നമ്മൾ ചെയ്യാം എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ പോകുന്ന കമ്പനികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പോകുന്ന പാർട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കേഡർ സ്വഭാവം എന്ന് പറയാം. ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന്റെ പുറകെയാണ്, ഒരു കാര്യം ഡിസൈഡ് ചെയ്താൽ പിന്നെ അതിന്റെ പുറകെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ടീം ബിൽഡ് ആവുള്ളൂ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗമായിട്ട് മാറണം. അങ്ങനെയുള്ള ഒരു ടീമിന്റെ ഭാഗമായിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തമായി അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ഉണ്ടാവണം. 4-ാമത്തെ പോയിന്റ് ഇതാണ്. എങ്ങനെയാണ് ഒരു ടീം ബിൽഡിങ്ങിന് നിങ്ങളെ പ്രശ്നത്തിലാക്കുന്ന 4-ാമത്തെ പോയിന്റ് അവോയ്ഡൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവണം, 5:50 എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവണം, നമ്മളൊരു മീറ്റിങ്ങിന് എത്താന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കണം. അപ്പൊ ഒരു എസ്റ്റാബ്ലിഷ് പിയർ പ്രഷർ, പിയർ ടു പിയർ അക്കൗണ്ടബിലിറ്റി, അതായത് പരസ്പരം ഒരു കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്. അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ടബിലിറ്റി നമ്മൾ പറയാറുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വളരണമെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ വേണം, ഒരു കമ്മിറ്റ്മെന്റിന്റെ ഒരു സ്ട്രക്ചർ വേണം, വോള്യത്തിന്റെ, ആക്ടിവിറ്റിയുടെ. 2500 പേഴ്സണൽ ബി വി ഒരു അക്കൗണ്ടബിലിറ്റി വോള്യം സ്ട്രക്ചറാണ്. ഞാൻ 2500 പേഴ്സണൽ ബി വിയുടെ ഓണർഷിപ്പ് എടുത്തിരിക്കും എല്ലാ മാസവും. എന്റെ ഈ ടീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ലീഡർഷിപ്പിന് ഞാൻ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറാൻ വേണ്ടി ഞാൻ 2500 പേഴ്സണൽ ബി വി അതിന്റെ ഓണർഷിപ്പ് എടുക്കും. ഒന്നുമല്ല, ഞാനത് വാങ്ങും, എന്റെ വീട്ടിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാനൊരു 10 കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് കണ്ടെത്തി എന്റെ ഐഡിയയിലൂടെ 2500 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000-7000 രൂപയുടെ എങ്കിലും ബിസിനസ്. അതാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു 6000-7000 രൂപയുടെ ബിസിനസ് എങ്കിലും ഓണർഷിപ്പ് എടുക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ബിസിനസ് ഉണ്ടാകുന്നത്? അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറുന്നത്. അപ്പൊ അംബിക്വിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് അക്കൗണ്ടബിലിറ്റി. വ്യക്തതയില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇതിന്റെ നേരെ എതിരാണ്. നമ്മളൊരു ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് അക്കൗണ്ടബിലിറ്റിയാണ്. എത്ര പേർ നാളെ ഉണ്ടാവും, എത്ര പേര് മീറ്റിങ്ങിന് വരും, എത്ര പേര് അവിടെ വരും, എത്ര പേര് ഇവിടെ വരും. വെല്ലിൻ അഡ്വാൻസ് ചോദിക്കുകയും വെല്ലിൻ അഡ്വാൻസ് അതിന്റെ പണം വാങ്ങുകയും ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചറൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടത്തുന്നു, നമുക്ക് 52 പേരോളം നമുക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി പണം അയച്ചു. 49 പേര് വന്നു, 3 പേര് മാത്രമാണ് വരാറ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നു, അവിടെ പറയാൻ സമയം കിട്ടുന്നു, എല്ലാത്തിനും കിട്ടുന്നു. അംബിക്വിറ്റി എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം, അംബിക്വിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ലായ്മ എന്നാണ്. അപ്പൊ എപ്പോഴും ട്രാൻസ്പെറൻസി ഈസ് ദ ബെസ്റ്റ് ടൂൾ. സുതാര്യതയാണ് ഏറ്റവും മികച്ച ടൂൾ. ഓടി രക്ഷപ്പെടലല്ല. എല്ലാവരും അന്യോന്യം അറിയട്ടെ എന്നുള്ളതാണ്. ലെറ്റ് എവരി വൺ നോസ് ഈച്ച് അതർ.
ഇതാണ് കാര്യം. അതിൽ ടീം അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു, അക്കൗണ്ടബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അവാർഡുകൾ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളെ ബഹുമാനിക്കുന്ന, അവർക്ക് ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഒരാളെപ്പോഴും അവർക്ക് ബഹുമാന്യത നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് ലീഡേഴ്സ് ബഹുമാന്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിന് ബഹുമാന്യത നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് അക്കൗണ്ടബിലിറ്റി? എന്താണ്? ദ വില്ലിംഗ്നെസ് ഓഫ് ടീം മെമ്പേഴ്സ് ടു റിമൈൻഡ് വൺ അനദർ വെൻ ദേ ആർ നോട്ട് ലിവിംഗ് അപ് ടു ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഗ്രൂപ്പ്. എന്തിനാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നത്? നോക്കൂ, നമ്മുടെ ന്യൂ ലൈഫ് കമ്മ്യൂണിന് ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിന് നിരക്കാത്ത രീതിയിലുള്ള ബിഹേവിയറുകൾ, അതിന് നിരക്കാത്ത രീതിയിലുള്ള താല്പര്യങ്ങളോ അതിന് വില്ലിംഗ്നെസ്സും ആഗ്രഹവും ആളുകൾക്ക് ഇല്ലാതെ വരുമ്പോൾ അവരെ അത് റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒന്നായി മാറുന്നു. നമ്മളൊരു തീരുമാനം എടുക്കും, 2500 പേഴ്സണൽ BV, 2500ന്റെ ക്ലബ്ബ്, ബിസിനസ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിന് വില്ലിംഗ്നെസ് വരുന്നു. അത് അങ്ങനെ ഒരു സംഗതി കോമൺ ആയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു സാധനമാണ്. ആ ഒരു അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചറിലേക്ക് നമ്മളെ പറിച്ചു നടേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ അക്കൗണ്ടബിലിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി നോക്കൂ, മീറ്റിംഗ്സ് ആണ് ബെസ്റ്റ് സ്ഥലം ഈ അക്കൗണ്ടബിലിറ്റി ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പം നോക്കൂ, ഈ ടീമിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ടീം ഇഫക്റ്റീവ്നെസ് എക്സർസൈസിൽ നിങ്ങൾക്ക് പറയാവുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് അബൌട്ട് ഈച്ച് ടീം മെമ്പർ. ഒരാളെ കുറിച്ച് മറ്റുള്ള ആൾക്കാർ പറയാണ്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ നല്ലൊരു എക്സർസൈസാ പരസ്പരം. അതായത് ഒരു ടീം ബിൽഡിങ്ങിനെ നിങ്ങൾക്ക് സഹായിക്കുന്ന രീതിയിൽ വാട്ട് ഈസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക് ഓർ ക്വാളിറ്റി ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ടീം. ഈ വ്യക്തി ഉണ്ടാകുമ്പോൾ ഒരു ടീമിന്റെ കോൺട്രിബ്യൂഷനിലേക്ക് അദ്ദേഹം എത്രത്തോളം മികച്ചതാകുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രത്യേകത ഒരു ടീമിന്റെ പ്രവർത്തനത്തിനെ മുഴുവൻ ഡീറെയിൽ ചെയ്യുന്ന, അതായത് മൊത്തം കുളമാക്കുന്ന രീതിയിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, ഈ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇത് പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ടീം എഫക്റ്റീവ്നെസ്സിന് വളരെ നല്ലതാണ്. കാരണം എല്ലാവരും എല്ലാത്തിനും മികച്ചവരല്ല, നമ്മൾ ആരും മികച്ചതല്ല. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ വീക്ക്നെസ്സുകൾ മുഴുവൻ ഡ്രൈ ഔട്ട് ചെയ്തിട്ട് കഴിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതുകൊണ്ട്. അപ്പൊ ലീഡർ ആദ്യം തീരുമാനിക്കണം, എന്നെ കുറിച്ച് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമന്റ്സ് കൃത്യമായിട്ട് ഓരോരുത്തരുടെ അടുത്തുനിന്ന് കിട്ടാവുന്ന സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ തരത്തിലുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് അക്കൗണ്ടബിലിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മീറ്റിങ്ങുകൾ എത്രമാത്രം ഫ്രീക്വന്റ് ആണോ, കൂടെയുള്ള മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചറിൽ ഒന്നാണ് എല്ലാവർക്കും അപ്ലൈൻ ഒരാളെ ഉള്ളൂ. ആ അപ്ലൈനോട് 1 മിനിറ്റിൽ താഴെ നമ്മൾ അയാളുടെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അയാൾക്ക് 1 മിനിറ്റിൽ താഴെയുള്ള അപ്ഡേഷൻ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അങ്ങനെ വന്നാൽ മാത്രമേ അപ്ഡേഷൻസ് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് നടക്കുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ആകെ പണി കമ്മ്യൂണിക്കേഷനാണ്. ഓർഗനൈസേഷൻ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഓടി നടക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ ഓടി നടക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ ഓടി നടക്കുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ അത് എപ്പോഴും സജീവമായി നിൽക്കും. ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ എല്ലായ്പ്പോഴും അപ്ലൈൻ അല്ല 500 ലീഡർമാരെ വിളിക്കേണ്ടത്. അത് പ്രായോഗികമല്ല. പകരം ആരാണോ നമ്മളെ വർക്കിന് സഹായിക്കുന്നത്, ആരാണോ നമുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നത് നമ്മുടെ ബിസിനസിനെ വളർച്ചയ്ക്ക്, അദ്ദേഹത്തിനെ 1 മിനിറ്റിൽ താഴെയുള്ള 30 സെക്കൻഡ് 40 സെക്കൻഡ് ഉള്ള ഒരു അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ വെച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാക്കണം. ഇതെല്ലാം വളരെ ക്രിട്ടിക്കലാണ്, നിർണായകമായതുകൊണ്ടാണ്. അതിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലാണ്ട് അന്നത്തെ കാര്യങ്ങളിൽ മാത്രമല്ല, ദൂരവ്യാപകമായ ഫലങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന കാരണം കൊണ്ട് നാളെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കരുതുന്നത്. കാരണം ചെയ്യുന്നതും ചെയ്യാത്തതും ഒക്കെ നിങ്ങളുടെ ഓൺ ബിസിനസ്സാണ്. പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാണ്. ഇന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പലപ്പോഴും ഒരു കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗിൽ വളരെ മോശം റിപ്പോർട്ടാണ്. ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ഒരാൾ വിളിച്ചിട്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ല എന്ന് വൈകുന്നേരം പറയുകയാണെങ്കിൽ അതൊരു മോശം റിപ്പോർട്ടാണ്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കോണ്ടെക്സ്റ്റിൽ അതൊരു നല്ല റിപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾ അതിനെ കുറിച്ച് ഓർത്തു, ആരും പഠിപ്പിക്കാതെ അയാൾ ഓർത്തു, ഞാനിതൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നാളെയോ മറ്റന്നാളോ അത് പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. ഇന്നും നാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ ഒരാഴ്ച കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അക്കൗണ്ടബിലിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടീം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ടീം ഉണ്ടാക്കാൻ ഡിസ്ഫങ്ഷനായി മാറുന്ന കാര്യങ്ങൾ ഇൻഅറ്റൻഷൻ ടുവേർഡ്സ് കളക്റ്റീവ് റിസൾട്ട് എന്നാണ്. ഇൻഅറ്റൻഷൻ ടുവേർഡ്സ് കളക്റ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുണ്ടാക്കാൻ കഴിയുന്ന വലിയ സാധ്യതകളെ കുറിച്ചുള്ള യാതൊരു ധാരണയുമില്ലാതെ അവനവന്റെ മാത്രം കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അവനവന് കൺവീനിയൻസ്, എന്റെ കൺവീനിയൻസ് എപ്പോഴും എന്റെ വീട്ടിൽ തന്നെ കാര്യങ്ങൾ നടത്താനാണ്.
അതാണ് എന്റെ കൺവീനിയൻസ്. ഒരു ലീഡർ എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ ഒരു 10-20 പേര് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ എനിക്ക് എല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ടീം വൈസ് 20 പേരെ ഇരുത്തുന്നതായിരിക്കും എനിക്ക് നല്ലത്. അപ്പോ അതായിരിക്കും നല്ലത്. പക്ഷെ അതല്ല വേണ്ടത്. കളക്റ്റീവായിട്ട് ഒരു കേരളത്തിന്റെ വളർച്ചയ്ക്ക്, കളക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിന്റെ വളർച്ചയ്ക്ക് ഇതൊരു മോഡലായി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? കളക്റ്റീവായിട്ട് ഒരുമിച്ച് പലരുടെയും കഴിവുകളെ എല്ലാവർക്കും, അതാണ് ഓൾ ഫോർ വൺ, വൺ ഫോർ ഓൾ എന്ന് പറഞ്ഞത്. ഒരാളുടെ കഴിവ് എല്ലാവർക്കും കിട്ടാനും അതിൽ എല്ലാവരുടെയും കഴിവുകൾ ഓരോരുത്തർക്കും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? പരസ്പരം റിസോഴ്സസ് പങ്കുവെക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ നമ്മൾ റിവാർഡ് കൊടുക്കേണ്ടത് റിസൾട്ട് ബേസ്ഡ് ആയിട്ട് റിവാർഡുകളായിരിക്കണം. പൊസിഷൻ ബേസ്ഡോ റാങ്ക് ബേസ്ഡോ റിവാർഡ് കൊണ്ട് കാര്യമില്ല. കാരണം അതിനകത്ത് യാതൊരു ഒരു മേന്മയുമില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകളെ പെർമനന്റ് ആയിട്ട് ഏതെങ്കിലും അക്യുമുലേഷൻ റാങ്ക് വെച്ചിട്ട് ആ റാങ്ക് വെച്ച് തന്നെ പറഞ്ഞു പോവാണ്. ആ റാങ്ക് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വോള്യം പ്രോപ്പറായിട്ട് നടക്കണ്ടാവില്ല, അദ്ദേഹത്തിന്റെ വരുമാനം പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പോ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഹൈപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ശരിയായ റിസൾട്ടിനെ റിവാർഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ഇത്ര രൂപ കിട്ടിയ ആളുകളെ നമ്മൾ അനുമോദിക്കുന്നു, അയാൾക്ക് എത്ര ബേസിക്കലി ഇത്രയും വരുമാനം അയാൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്, അതാണ് ബഹുമാനിക്കപ്പെടേണ്ടത്. ബഹുമാനം പിടിച്ചു വാങ്ങാൻ കഴിയില്ല, പ്രത്യേകിച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സുതാര്യമായ സ്ഥലങ്ങളിൽ. അപ്പൊ ആവറേജ് പീപ്പിൾ വിത്ത് ടീം വർക്ക് ഒരു വിജയമാണെന്ന് വിചാരിക്കും. മനസ്സിലാക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മഹാരഥന്മാരും ഭയങ്കര സംഭവങ്ങളൊന്നും അല്ല വിജയിക്കുക. ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ ഒരു നല്ല ടീം വർക്കിൽ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ വിജയിച്ചിരിക്കും. അപ്പം ഗ്രേറ്റ് പീപ്പിൾ വിത്തൗട്ട് ദ ടീം സ്പിരിറ്റ് ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ. അല്ലെങ്കിൽ വലിയ വലിയ കഴിവുള്ള ആളുകള് ഒരു ടീം വർക്കിന്റെ സ്പിരിറ്റ് ഇല്ലാതെയാണ് നടക്കുന്നതെങ്കിൽ, ജനിച്ചപ്പിന് ഇതുവരെ അവർ ചിലപ്പോൾ അവരുടെ ജോലിയിൽ അവര് ഒരു വലിയ പൊസിഷനിലോ ലീഡർഷിപ്പ് എടുക്കാവുന്ന ലെവലിലോ വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ കമ്മ്യൂണിറ്റിയിൽ അവർ അങ്ങനെ ലീഡർഷിപ്പ് പൊസിഷനുകൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഇപ്പോഴും, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഒരു ഒപ്പീനിയൻ അവർക്ക് ഇപ്പോഴും അവരുടെ വീട്ടിലെ ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ മകനോ മകളോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഒക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റാത്ത ആളുകളായിരിക്കാം. ഈ ആളുകൾക്ക് ചിലപ്പോൾ ചില കഴിവുകൾ ഉണ്ടാവും, പക്ഷെ ടീം വർക്കിന്റെ ആസ്പെക്ടിനെ തലയിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കൺവീനിയൻസിലല്ല പ്രശ്നം. നമ്മുടെ കൺവീനിയൻസ് മാത്രം ആവരുത് നിങ്ങളുടെ. എനിക്ക് ആലപ്പുഴയിൽ വന്ന് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ചേർത്തലയിൽ വന്ന് കിട്ടണം, എനിക്ക് കീഴ്മാട് കിട്ടണം, എനിക്ക് കണ്ണൂർ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് കാസർഗോഡ് എന്റെ മുമ്പിൽ വന്ന് കിട്ടിയാലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ അത് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വലുതാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ടീമിന് ഒരു ഗ്ലോബൽ ലെവലിൽ വേണമെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള സ്ഥലം ഏതാണ് നല്ലത്? കേരളത്തിലെ ആളുകൾക്ക് പരമാവധി ആളുകൾക്ക് അവരുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള മീറ്റിംഗ് ഹാൾ എവിടെ ഉണ്ടാക്കാൻ പറ്റുക? കേരളത്തിൽ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റിയാൽ മാത്രമേ മുമ്പോട്ട് മുതിങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒരു ടീം വർക്കിന്റെ സ്പിരിറ്റ് ഇല്ലാതെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കളക്റ്റീവ് റിസൾട്ടിന് വേണ്ടി ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള ശ്രദ്ധ കൊടുക്കാതെ അവനവന്റെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിൽ അയാൾ പരാജയപ്പെട്ടു പോകുന്നത് അവിടെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വി ഹാവ് എ സ്ട്രോങ് ആൻഡ് നാച്ചുറൽ ടെൻഡൻസി ടു ലുക്ക് ഔട്ട് ഫോർ അവർ സെൽസ് ബിഫോർ അത്. മറ്റുള്ളവരെക്കാൾ മുമ്പ് അവനവന്റെ താല്പര്യങ്ങളെ മുൻനിർത്താനായിട്ടുള്ള താല്പര്യം എപ്പോഴും നമുക്കൊരു ശക്തമായിട്ടുണ്ടാവും. എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് നമുക്ക് ചുറ്റുവട്ടത്ത് കാണാം. പലത് പിളരുന്നതിന്റെ കാരണം മുഴുവൻ അതാണ്. അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കന്മാർ മക്കളിലേക്ക് വരുമ്പോൾ അവർക്കുള്ള വീക്ക്നെസ് കാരണം അത് തകർന്ന് തരിപ്പണമാണ് കണ്ടിട്ടുണ്ട്. അവരും അവരുടെ പാർട്ടികളും എല്ലാം അങ്ങനെ പല 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 പാർട്ടികൾ മക്കളെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നെപ്പോട്ടിസം എന്ന് പറയും. നെപ്പോട്ടിസം എന്ന് പറയാൻ, അപ്പം അത് തൊട്ട് താഴെ നമ്മുടെ അടുത്ത തലമുറ, അതിന്റെ അടുത്ത തലമുറ, അതിന്റെ അടുത്ത തലമുറ, മക്കളായിട്ട് ഇങ്ങനെ ഭരിക്കാനുള്ള പ്രവണത ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനം നശിപ്പിക്കുന്നു. ഒരു രാജ്യം നശിക്കും, ഒരു ടീം നശിക്കും, എല്ലാം നശിക്കും. അപ്പൊ എപ്പോഴും മനസ്സിലാവുന്നുണ്ട്, ഈവൻ വെൻ ദോസ് അതേഴ്സ് ആർ പാർട്ട് ഓഫ് അവർ ഫാമിലീസ് ആൻഡ് അവർ ടീം. അപ്പം നമ്മുടെ ടീമിൽ എല്ലാവരും ഉണ്ടെന്നുള്ള വിചാരത്തോടും വികാരത്തോടുമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടോട്ടൽ ടീമിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അവർക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പിൻസീറ്റിലേക്ക് ആക്കിയിട്ട് ടീമിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അവരുടെ ബെനിഫിറ്റ്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അത് ട്രാൻസ്പെറന്റ് ആക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ഒരു സംരക്ഷണത്തിലേക്ക് അത് വരികയും അതിന് സ്വാഭാവികമായിട്ട് വളരാനുള്ള താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. റിസൾട്ടിനാണ്. നമ്മുടെ വിജയമോ നമ്മുടെ പരാജയമോ അല്ല പ്രശ്നം. നമ്മൾക്ക് ഈ വളർച്ച എന്ന് പറയുന്നത്, ടീം വളരണം, അല്ലെങ്കിൽ കേരളത്തിലെ IMC വളരണം, കേരളത്തിലെ
ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഉൽപ്പന്നങ്ങൾ, മികച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് മിതമായ വിലയ്ക്ക് ലഭ്യമാക്കാൻ പറ്റുന്നുണ്ട്. പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും മികച്ച വരുമാനം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിന് IMCക്ക് അർഹതയുള്ള ഒരു ലെവലിലേക്ക് ഇതിനെ ഉയർത്തണം. പരംവൈഭവത്തിലേക്ക് നമുക്ക് IMCയെ വളർത്തണം. കേരളത്തിലെ അർഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ ഇന്ന് ആയുർവേദത്തിന് ഏറ്റവും ഉള്ള സ്ഥലമാണ്. മോണിറ്ററിംഗ് മെക്കാനിസം ആദ്യമായിട്ട് വന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. പ്രബുദ്ധരായ ജനതയുണ്ട്, ടെക്നോളജിയുടെ വളർച്ചയുണ്ട്. ഇന്നിപ്പോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ തന്നെ 5 ലക്ഷത്തോളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഗവൺമെന്റ് സെക്ടറിലുള്ളവരെക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ന് കേരളത്തിൽ സജീവമാണ്. ഓരോ 50 വീടുകളിലും നിങ്ങൾ പോയാൽ അതിൽ സീരിയസ് ആയിട്ടുള്ള ഒരാൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുണ്ട്. അപ്പൊ അവബോധം വളരെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും മികച്ച ഒരു കമ്പനിയുമായിട്ട് ചെല്ലുമ്പോൾ ഇതല്ല നമുക്ക് വേണ്ട റിസൾട്ട്. അതിന് നമുക്ക് നമ്മുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തില് ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന കോൺട്രിബ്യൂഷനും, നമ്മൾ വന്നതിനേക്കാൾ മികച്ച ഒരു തലമുറയെ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ജീവിത രീതി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാവുന്ന ഒരു മോഡലായിട്ടും IMC മാറണം, അല്ലെങ്കിൽ ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ പ്രവർത്തനങ്ങൾ മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ സക്സസിന്റെ മെഷർമെന്റ് നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കണം. നമ്മൾ വളരെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ടുകളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഒരു സ്കോർ ബോർഡ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് വ്യക്തമായി വെക്കണം. ആഴ്ചയിലുള്ള സ്കോർ ബോർഡിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ കഴിഞ്ഞ മീറ്റിംഗിന് ഞാൻ കൊടുത്തിരുന്നു. എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ PDF ഷീറ്റുകളും കൊടുത്തിരുന്നു. വീക്കിലി ബേസിസിൽ ചോദ്യം ചോദിക്കേണ്ട അല്ലെങ്കിൽ ആൻസറുകൾ കിട്ടേണ്ട പോയിന്റുകളെല്ലാം അതിനകത്തുണ്ട്. അല്ലാതെ മോട്ടിവേഷനിലല്ല, എപ്പോഴും നമ്പേഴ്സിൽ അക്കൗണ്ടബിലിറ്റിയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ, വി ബിൽഡ് പീപ്പിൾ ബിക്കം ബിസിനസ് ബിൽഡേഴ്സ്. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. യു ക്യാൻ ഡു ബെറ്റർ. ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് സ്റ്റാർട്ട് ഇംപ്ലിമെന്റിംഗ് ദിസ് ഇൻ യുവർ ടീംസ്.